തിരുവനന്തപുരം മുതലപ്പുഴി അപകടത്തിൽ കാണാതായ ആൾക്കായി തിരച്ചിൽ തുടരുകയാണ്. വിഴിഞ്ഞത്ത് നിന്നും കോസ്റ്റൽ ഗാർഡിന്റെ കപ്പലടക്കം പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ, തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഒരു ഭാഗത്ത് തെരച്ചിൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഹെലികോപ്റ്ററും എത്തി തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് രണ്ട് മത്സ്യത്തൊഴിലാളികളെ മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനിടയിൽ കാണാതാകുന്നത്. വള്ളം മറിഞ്ഞ് കാണാതാകുകയായിരുന്നു. രണ്ടുപേരെ കാണാതാകുകയും മറ്റുള്ളവർ നീന്തി രക്ഷപ്പെടുകയും ചെയ്തു. ഈ സംഭവം നടന്ന 15 മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷാപ്രവർത്തനമോ അല്ലെങ്കിൽ തെരച്ചിലോ നടത്തുവാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ അതോടൊപ്പം തന്നെ മറ്റ് അധികൃതരുടെ ഭാഗത്തുനിന്നോ തയ്യാറായില്ല. ഇതോടുകൂടി തന്നെയാണ് പ്രദേശവാസികൾ വലിയ രീതിയിൽ പ്രതിഷേധവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. മണിക്കൂറുകൾ പിന്നിട്ടിട്ട് പോലും യാതൊരു നടപടിയും ഉണ്ടാകാതെ വന്നതോടെ പ്രദേശവാസികളും മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധിച്ചു. കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. മാത്രമല്ല റോഡ് അടക്കം ഉപരോധിച്ചുകൊണ്ടുള്ള ശക്തമായ പ്രതിഷേധമാണ് നടത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നീക്കമെങ്കിലും നടത്തിയത്. തുടർന്നാണ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ വിഴിഞ്ഞത്ത് നിന്നും ഇവിടേക്ക് മുതലപ്പുഴയിലേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം തെരച്ചിലടക്കം നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിലയിലേക്കൊക്കെ എത്തുന്നത്. ആദ്യം പറഞ്ഞത് മോശം കാലാവസ്ഥയാണ് ഈ രക്ഷാപ്രവർത്തനവും തെരച്ചിലും നടത്തുന്നതിന് വിഘാതമായി നിൽക്കുന്നത്, തടസ്സമായി നിൽക്കുന്നതെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വിഴിഞ്ഞത്തു നിന്നും മറ്റ് കരുനാഗപ്പള്ളിയിൽ നിന്നുമെല്ലാം ബോട്ടുകൾ എത്തിക്കാമെന്ന് പറഞ്ഞെങ്കിൽ പോലും അവിടെയും ഇതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്നതും വള്ളം മറിഞ്ഞതുമായിട്ടുള്ള സംഭവങ്ങളുണ്ടായതോടെ ബോട്ട് എത്തിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തി. മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മുതലപ്പുഴയിൽ നിലവിൽ ബോട്ടുകളൊന്നുമില്ല രക്ഷാപ്രവർത്തനം നടത്താൻ. ഇതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള താമസം ഉണ്ടാകേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. മാത്രമല്ല ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളടക്കം ആരോപിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നേരത്തെ മുൻകാലങ്ങളിൽ ഒരു മീറ്റിംഗ് നടക്കുകയും ആ മീറ്റിംഗിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥിരം സംവിധാനം എന്ന നിലയിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ രക്ഷാപ്രവർത്തനം നടത്തത്തക്ക വിധമുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കാമെന്ന് നേരത്തെ പറഞ്ഞെങ്കിൽ പോലും ആ വാഗ്ദാനങ്ങളൊന്നും നടന്നില്ല. ആ വാഗ്ദാനങ്ങളൊക്കെ നിലച്ചതോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി, കുറേ വർഷങ്ങളായി മുതലപ്പുഴയിൽ സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അശാസ്ത്രീയമായ നിർമ്മിതിയാണ് ഇതിനെല്ലാം കാരണം. പുലിമുട്ട് നിർമ്മിക്കുന്ന അടക്കം അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ നടന്നു. നിലവിലും പുലിമുട്ട് നിർമ്മിക്കുന്നതൊക്കെ അശാസ്ത്രീയമായ രീതിയിലാണെന്നാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മാത്രമല്ല ഇവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കാതെയാണ് ഇത്തരത്തിൽ ഈ പുലിമുട്ട് നിർമ്മാണം അടക്കം നടക്കുന്നത്. ഇതൊക്കെയാണ് ഇത്തരത്തിൽ വേലിയേറ്റം ഉണ്ടാകാനും അതോടൊപ്പം തന്നെ തിര ഉള്ളിലേക്ക് വരാനും മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടടക്കം മുങ്ങുന്നതിനൊക്കെ കാരണമാകുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും നിലവിൽ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ തലങ്ങളിൽ, അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഡ്രോൺ ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഹെലികോപ്റ്ററും മറ്റ് കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലും അടക്കം പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. മോശം കാലാവസ്ഥയാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. വലിയ രീതിയിൽ തിരകൾ തീരത്തേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൊണ്ട് തന്നെ ഈ തെരച്ചിൽ നടത്താൻ കഴിയാത്ത ഒരു നിലയിലേക്കാണ് നിലവിലും എത്തുന്നതെങ്കിൽ പോലും അതിസാഹസികമായിട്ടാണ് കോസ്റ്റ് ഗാർഡ് അടക്കമുള്ളവർ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇത്തരം അപകടങ്ങൾ നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ അടക്കം ബോട്ടുകളുമായി തെരച്ചിൽ നടത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവർക്കും കടലിനുള്ളിലേക്ക് ഇറങ്ങി തെരച്ചിൽ നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇവിടെ നിന്നുകൊണ്ട് മാത്രമാണ് ഇവർ തെരച്ചിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ആദ്യഘട്ടത്തിലൊന്നും യാതൊരുവിധ നടപടികളും ഉണ്ടാകാതെ വന്നതോടെയാണ് വലിയ പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും നിലവിൽ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പൽ തെരച്ചിൽ നടത്തുന്നു. അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഹെലികോപ്റ്റർ ഇവിടേക്ക് എത്തുകയും തെരച്ചിൽ നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടിയാണ് മത്സ്യത്തൊഴിലാളികളുടെ ബോട്ട് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട് 2 പേരെയാണ് കാണാതായിരിക്കുന്നത്.